രുചിക്കൂട്ടൊരുക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് 3 സ്ത്രീകൾ. തിരുവനന്തപുരം ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തിയിൽ ചിറ്റാറിന്റെ തീരത്താണ് രുചിയുടെ കലവറയായ അക്ഷയപാത്രം. മനസ്സ് നിറയ്ക്കുന്നത് കൂടിയാണ് ഭക്ഷണമെങ്കിൽ രുചി നാവിനെ കീഴ്പ്പെടുത്തുക തന്നെ വേണം. രുചിയുടെ കൈപുണ്യം നിറയുന്ന അക്ഷയപാത്രം അങ്ങനെ ഒരുപാട് മനസ്സുകളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ചിറ്റാർ ജലസംഭരണിയിലെ കരിമീനും റോബും തിലാപ്പിയും കറിയായും ഫ്രൈയായും ഹൈലൈറ്റ്സ് ആകുന്നു. ചിക്കൻ, മറ്റ് 12ലധികം കറികൾ, കപ്പ തുടങ്ങിയവയൊക്കെ നിറയുന്ന ഉച്ചഭക്ഷണത്തിനായി അക്ഷയപാത്രത്തിന്റെ പെരുമ കേട്ടറിഞ്ഞ് അന്യജില്ലകളിൽ നിന്ന് പോലും ആഹാരപ്രിയർ എത്തുന്നു. നാട്ടിൻപുറമാണെങ്കിലും ഊട്ടി കാണാൻ ഊട്ടി തന്നെ പോകണം, വേറെ അടുത്ത് പോകാൻ പറ്റില്ല. അതേപോലെ അമ്മശ്ശേരി കടയിൽ വരുന്നവർ ഇവിടെ തന്നെ വരും. എല്ലാവരും ആഹാരം കഴിച്ച് കുറ്റം പറയും, ഇത് ആഹാരം കഴിച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അത്ര തൃപ്തികരവും വയറ് വീഴ്ത്തി സംസാരിക്കാൻ പറ്റത്തില്ല. അമ്മച്ചി കൊണ്ട് ഉച്ചയ്ക്കുന്നുണ്ട് വിഭവങ്ങൾ കണ്ട എത്ര കൂട്ടായൊന്നുമില്ല, കല്യാണത്തിന് ഒഴിക്കുമ്പോൾ വയ്ക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിലേക്കുപരി നല്ല രസകരമായ ഭക്ഷണമാണ്. ഞങ്ങൾ തൃശ്ശൂരുള്ളവർ ഇവിടെ വരുമ്പോൾ എപ്പോഴും അമ്മച്ചിയുടെ അവിടെ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. സമൃദ്ധമായ ഊണിന് നൽകേണ്ടത് 100 രൂപ. അക്ഷയപാത്രത്തിൽ നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ്. ലേഡീസ് എന്ന് പറയുന്നത് ലേഡീസ് ആകുമ്പോൾ അച്ചടക്കം കാണും, പുരുഷന്മാരാകുമ്പോൾ അവന്മാരെ സ്വഭാവം എപ്പോഴും ഒന്നുപോലെ ഇരിക്കില്ല. അത് ഈ കടയ്ക്ക് നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഇവിടെ പുരുഷന്മാർ പാടില്ല. ഉദ്യോഗസ്ഥന്മാർ പുറത്തുനിന്ന് വന്ന് കഴിക്കുന്ന കടയാണ്. വലിയ വലിയ ആൾക്കാർ വരും, എല്ലാവരും ഒരു പേരും നല്ലൊരു വിലയും തന്നിട്ടുണ്ട്. 28 വർഷം മുൻപാണ് സുഭദ്ര ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വ്യത്യസ്ത തരം പുട്ടുകളും ഇവിടെ ലഭിക്കും. തൊഴിലിൽ സ്വയം പര്യാപ്തത അന്വേഷിക്കുന്ന ഓരോ സ്ത്രീകൾക്കും മാതൃകയാണ് അക്ഷയപാത്രം. തളർന്നിരിക്കുകയല്ല വേണ്ടത്, തോൽപ്പിക്കണം സുഭദ്രയെയും കൂട്ടുകാരികളെയും പോലെ പ്രതിസന്ധികളെ. കൃഷ്ണപ്രസാദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.